എൻ്റെ അവിടെയും 16 പൗണ്ട്, ഇവിടെ 12 പൗണ്ട്. വലിയ ബോർഡ് കാണിച്ചിട്ടുണ്ട്. അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ തെറ്റാ. ഇതിൽ വേറൊരു വലിയൊരു ഇൻഫർമേഷൻ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മച്ചന്മാരെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ UK വണ്ടി കൊണ്ടി നടക്കണവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. അവരെ ഞാൻ സമ്മതിച്ചു കൊടുത്തു. വേറെ ഒന്നുമല്ല, ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എനിക്ക് UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം 40 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് ഈ വണ്ടി ഫസ്റ്റ് പണി തന്നു. നമ്മുടെ ബാക്കിലെ ബ്രേക്ക് പാഡ് കംപ്ലൈൻ്റ് അല്ല, തേഞ്ഞ് തീർന്നു. അപ്പം ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം എനിക്ക് വണ്ടീനെ പറ്റി സീറോ നോളജാണ്. അപ്പം ഇപ്പോഴാണ് ഞാൻ UK വണ്ടി എടുത്തത്. ഈ ബ്രേക്ക് പാഡ് നന്നാക്കാനായിട്ട് ബാക്കിലെ 2 ടയറിൻ്റെ ബ്രേക്ക് പാഡ് പോയി. ജസ്റ്റ് പാഡ്, ഡിസ്ക് പോയിട്ടില്ല. ഈ പാഡ് പോയപ്പം ഞാൻ നന്നാക്കാനായിട്ട് ഫസ്റ്റ് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു റൊമാനിയ അല്ലെങ്കിൽ ആ ഒരു രാജ്യക്കാർക്കടുത്ത് ഞാൻ പോയപ്പം അവർ ഈ 2 സൈഡിലെ പാഡ് മാറ്റണതിന് 100 പൗണ്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഹാൽഫോർഡ്സിലൊന്ന് പോയി നോക്ക്, ഇത് ഒന്നിനെയും കംപ്ലൈൻറ്റ് പറയണല്ല കേട്ടോ. അപ്പോൾ ഹാൽഫോർഡ്സിലൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഹാൽഫോർഡ്സിൽ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച രാവിലെ 8:30 എൻ്റെ അപ്പോയിൻമെൻറ്റ്. 8:30 ഞാൻ അവിടെ വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അബീസ് ഇതുപോലെ 2 ബ്രേക്ക് പാഡ് മാറണം, പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറണം, അപ്പോൾ എല്ലാത്തിനും കൂടി 257. അപ്പം ഞാൻ പറഞ്ഞു, ഫ്ലൂയിഡ് അവിടെ നിന്നോട്ടെ, ഞാൻ മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. ബ്രേക്ക് പാഡ് മാത്രം മാറുന്നതിന് 138. അപ്പോൾ ഒരു സ്ഥലത്ത് 100 പറഞ്ഞു, അടുത്ത സ്ഥലത്ത് 138 പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ ജസ്റ്റ് നമ്മൾ വാറിങ്ടണിൽ ഫാം ഫുഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഫാം ഫുഡിൽ ഫുഡ് കഴിക്കാൻ പോയപ്പം അതിൻ്റെ തൊട്ടടുത്തൊരു വലിയ UK വാറിങ്ടണിൽ ഏറ്റവും വലിയ വർക്ക്ഷോപ്പ് അതാണെന്ന് എനിക്ക് തോന്നണം. ഞാൻ അതിൻ്റെ പേര് പറയണില്ല, കാര്യം അവിടെ എനിക്ക് അവർ പറഞ്ഞത് 468 പൗണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവിടെ ഒന്നിനും ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ല. അപ്പോൾ ഈ 468 പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം വെള്ളി, ശനി, ഞായർ, തിങ്കൾ അവധിയാണ്. അപ്പോൾ നമ്മളെ എമർജൻസി നമ്മൾ അത്യാവശ്യക്കാരനാണെന്ന് കണ്ടുകൊണ്ടാണ് അവർ ആ റേറ്റ് പറഞ്ഞത്. ഓക്കെ, എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേരം അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. അവൻ്റെ ബ്രേക്ക് പാഡ് ഉരഞ്ഞു തീർന്നിട്ട് ഡിസ്കിലോട്ട് സ്ക്രാച്ചായി, ആ ഡിസ്ക് ഉൾപ്പെടെ മാറേണ്ടി വന്നു. അവനായ റേറ്റ് ഈ 2 മാറുന്നതിന് 896 പൗണ്ടാണ് ആയത്. ഓക്കെ, ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാനിത് വെറുതെ പറയണതല്ല കേട്ടോ. ഞാൻ ഹാൽഫോർഡ്സിൽ പോയതിൻ്റെ ഇത് ബില്ലാണിത്. ഓക്കെ, അവർക്കിടെ പ്രോപ്പർ ചെക്കാണ്. ഞാൻ ഇവരെ കംപ്ലയിൻറ്റ് പറയില്ല. പിന്നെ ആദ്യത്തെ കട 100, പിന്നത്തെ കട 138, പിന്നത്തെ കട 460. അന്നേരം അവർ പറഞ്ഞു ഡിസ്ക് ഉൾപ്പെടെ മാറണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ എന്ത് കാര്യം ചെയ്യുമ്പോൾ, UK എന്ത് കാര്യം ചെയ്യുമ്പോഴും 1, 2, 3 പേരുടെ ഒപ്പീനിയൻസ് എടുക്കണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും, ഇത് വണ്ടിയുടെ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും. അപ്പം ഞാൻ ഗോപിനെ വിളിച്ചപ്പോൾ ഗോപി പറഞ്ഞു, ഹാൽഫോർഡ്സ് കയറ്റിക്കൂടെ, കുഴപ്പമില്ല, ഒന്നും അല്ലെങ്കിലും അവർ എന്താ പറയുക, ഓൾ ഓവർ UK, പിന്നെ അവർ ചെയ്തതിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർ പിന്നെയും അത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഹാൽഫോർഡ്സ് കൊടുത്ത നമ്പർ 1 ആണ്, എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ ലിവർപൂളിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരനെ ഹാരിസിനെ വിളിച്ചു. അപ്പോൾ ഹാരിസ് പറഞ്ഞു, എടാ നമ്മുടെ ലിവർപൂൾ ഭാഗത്ത് ഒരു മലയാളി വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എനിക്ക് 70 പൗണ്ടിന് മാറി കിട്ടി. അത് കഴിഞ്ഞ് ഇത് ആ വർക്ക്ഷോപ്പിൻ്റെ പ്രൊമോഷൻ അല്ല കേട്ടോ. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ആളുകളോട് ചോദിക്കുക, ഒന്നും എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം അവിടെ ഞാൻ ചോദിച്ചപ്പം ഞാൻ 32 പൗണ്ടിന് യൂറോ പാർട്സിൽ നിന്ന് ബ്രേക്ക് പാഡ് 32 പൗണ്ട് കൊണ്ട് കൊടുത്തു. പിന്നെ പണിക്കാശായത് ആകെ 40 പൗണ്ടാണ്. ഓക്കെ, ഇതിൽ വേറൊരു വലിയൊരു ഇൻഫർമേഷൻ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ഷിഹാജ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അബീസെ നമുക്ക് ഈ യൂറോ പാർട്സിൽ നിന്ന് സാധനം മേടിച്ചിട്ട് അവർ തന്നെ ഒരു ലിസ്റ്റ് ഓഫ് വർക്ക്ഷോപ്പ് വരും. അപ്പം നമുക്ക് അവിടെ നിന്ന് എല്ലായിടത്തു നിന്നും കോട്ട് ഓൺലൈനായിട്ട് എടുക്കാം. അപ്പം അവൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ 4 ടയറിലെയും ബ്രേക്ക് പാഡ് മാറി എല്ലാം ചെയ്തതിന് അവനായത് ആകെ 115 പൗണ്ടാണ്. കാര്യം അവന് എല്ലായിടത്തുനിന്നും കോട്ട് എടുത്തു. നമ്മളിപ്പം വണ്ടി ഉള്ളവർക്കറിയാം, ഇൻഷുറൻസിന് കോട്ട് എടുക്കണമെങ്കിൽ കോട്ട് എടുക്കാം. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം യൂറോ പാർട്സിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അവിടെ നിന്ന് ഇത് മേടിച്ചിട്ട് അവർ തന്നെ വർക്ക്ഷോപ്പ് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവരൊരു കോട്ട് തരും. അതിലേതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള കോട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ കൊണ്ട് വണ്ടി കൊടുക്കാം. അപ്പം ഇതൊരു ഇൻഫർമേഷനാണ്. പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു ഫൈൻ കിട്ടുമെന്ന്. അപ്പം എൻ്റെ ഒരു ഫൈനിക്കടേയും റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. കാര്യം ഇപ്പോൾ എനിക്ക് നമുക്ക് തെറ്റ് പറ്റി, ഞാനത് തെറ്റ് ഏറ്റു പറയുകയാണ്. അപ്പോൾ ചിലവർ പറയും
ഇവൻ എന്നെ മണ്ടനാണ് ഇതുപോലും അറിയില്ലെന്ന് ചോദിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഫൈൻ വന്നത് പാർക്കിംഗ് ടിക്കറ്റിനാണ്. കാര്യം റഷ് ഹോമിൽ ഫുഡ് കഴിക്കാൻ പോയി. അപ്പം ഞാൻ പാർക്കിങ്ങിൽ കയറ്റി വണ്ടി ഇട്ടു. പാർക്കിങ്ങിൽ 2 മണിക്കൂറിൻ്റെ കാശ് മേടിച്ച് വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പാർക്കിംഗ് ടിക്കറ്റ് ഒന്നല്ലെങ്കിൽ അവിടെ ഒരു മിഷനുണ്ട്, അവിടെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്യണം, അതല്ലെങ്കിൽ നമ്മുടെ ഈ വണ്ടിയിൽ ആ ടിക്കറ്റ് അടിക്കാൻ വന്നവർ കാണാൻ പാകത്തിന് ഇവിടെ വെക്കണം. ഞാനെന്താ ചെയ്തത്, അത് സേഫായിട്ട് നമ്മുടെ കാറിൻ്റെ അകത്ത് ആ റസ്റ്റിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് വെച്ചു. അങ്ങനെ ഫസ്റ്റ് ടിക്കറ്റ് വന്നു. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ടിക്കറ്റല്ല, ലീഡ്സിൽ ഞാനൊരു ആവശ്യം, കൂട്ടുകാരൻ വന്നപ്പോൾ ലീഡ്സിൽ അവനെ കൊണ്ട് പോയി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഇട്ടു. അപ്പം ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഈ 1.5 മാസമല്ലേ ആയുള്ളൂ. വണ്ടി ഞാൻ ഇവിടെ ഇട്ടു. ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ രാത്രി ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എന്നാ, ഇത് വേറൊരു ടീമിൻ്റെ പാർക്കിങ്ങും അത് വേറൊരു ടീമിൻ്റെ പാർക്കിങ്ങും. അപ്പം ഞാനോർത്തു ഫസ്റ്റ് എൻട്രൻസിൽ കയറിയപ്പോൾ തന്നെ ഇതെല്ലാം ഒന്നാന്നും പറഞ്ഞ് അവിടെ കയറിയപ്പം ഈ നമ്മൾ VX അടിച്ചപ്പോൾ പോലും എൻ്റെ വണ്ടിയുടെ നമ്പർ കാണിക്കുന്നില്ല. ഞാൻ ഫുള്ള് വണ്ടിയുടെ നമ്പർ അടച്ച് 16 പൗണ്ട് അവിടെ 4 മണിക്കൂറിന് കൊടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ആയിരുന്നു അടയ്ക്കേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് അവിടെ പോയി VX അടിച്ചപ്പോൾ തന്നെ ഫുള്ളും നമ്പർ തെളിഞ്ഞു വന്നു. അതായത് ഈ വണ്ടി കയറുമ്പോൾ തന്നെ സെൻസ് ചെയ്യേണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കിത് അറിയില്ല. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വൈഫും എൻ്റെ കൂട്ടുകാരനേക്ക് വന്നത്, എടാ അപ്പം നിനക്ക് VX അടിച്ചപ്പോൾ തന്നെ അത് കാണിക്കാത്തപ്പോൾ തന്നെ എനിക്ക് ഒരു ഡൗട്ട് തോന്നണമായിരുന്നു. പക്ഷേ നമ്മളിത് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് എൻ്റെ അവിടെയും 16 പൗണ്ട്, ഇവിടെ 12 പൗണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ തെറ്റുകളാണ്. തെറ്റുകൾ നമ്മൾ പറയണത് തന്നെയാണ് എൻ്റെ ചാനലിൽ മെയിൻ. അല്ലാതെ ഞാൻ ഭയങ്കര ബുദ്ധിമാനോ ഞാനിവിടെ എന്താ പറയുക റിസർച്ച് ചെയ്തൊന്നും അല്ല വീഡിയോ ചെയ്യണം. എനിക്ക് പറ്റണ ചെറിയ ചെറിയ അബദ്ധങ്ങൾ മറ്റൊരാൾക്ക് പറ്റരുത്. ഓക്കെ, ആ ഡിസ്പ്ലേയുടെ എന്ന് പറഞ്ഞാൽ 35 പൗണ്ടാണ് കാശ് പോയത്. അതായത് 6 പൗണ്ട്, 1 മണിക്കൂറിന് 3 പൗണ്ട് വെച്ച് 2 മണിക്കൂറിന് 6 പൗണ്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ 35 പോകുമ്പോൾ നമുക്കുണ്ടാവണ വിഷമമുണ്ടല്ലോ. പക്ഷേ ഒരേ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കും. കാര്യം ഞാൻ അന്നേരം പുള്ളിയെടുത്ത് തർക്കിച്ചു, ഞാൻ കയറി വന്നപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു വലിയ ബോർഡ് കാണിച്ചിട്ടുണ്ട്, അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, അത് എൻ്റെ തെറ്റാണ്, ഇതൊരു തെറ്റാണ്, അപ്പോൾ അത് കൊടുക്കും. അവിടെ തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ആ കാശ് കൊടുക്കേണ്ടി വന്നു. അത് 21 ദിവസം കഴിഞ്ഞ് അത് 70 പൗണ്ടായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആദ്യം പറഞ്ഞ ഈ ബ്രേക്കിൻ്റെയൊക്കെ കുറച്ച് ആളുകളോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് ചോദിക്കും. ഇപ്പം നമുക്കൊരു മെഡിക്കൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെയാണെങ്കിലും ഒരു സർജറി പോലെ വരുവാണ്, ഞാൻ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഒരു 3 ഹോസ്പിറ്റലിൽ പോകും. ആദ്യം ഈ ഡോക്ടർമാർ പറയണ തന്നെ കറക്റ്റാണോ എന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് 3. ചെറിയ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് യുകെ ചാനൽ. ബൈ.